Hi friends, വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് വ്യായാമത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വ്യായാമം അത്യാവശ്യമാണെന്നുള്ളത്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ് വ്യായാമം. പലതരത്തിലുള്ള കളികളിൽ നാം ഏർപ്പെടാറുണ്ട്. വ്യായാമം ചെയ്യുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തിനാണ് ആരോഗ്യമുണ്ടാവുക. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ചലനം അത്യാവശ്യമാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, നാം കേൾക്കാറുണ്ട്, ഒരു മഴു അല്ലെങ്കിൽ ഒരു അരിവാൾ ഒരു മൂലയിൽ വെച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കുമെന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ഉദാഹരിക്കാറുണ്ട്, മനുഷ്യ ശരീരം തീരെ ഇളകാതിരുന്നാൽ, ചലിക്കാതിരുന്നാൽ അവരുടെ ശരീരവും തുരുമ്പ് പിടിച്ച് കേടാവുമെന്ന്. വ്യായാമം ചെയ്യുന്ന ശരീരവും വ്യായാമം ചെയ്യാത്ത ശരീരവും കെട്ടി നിൽക്കുന്ന വെള്ളത്തോടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തോടും ഉപമിക്കാറുണ്ട്. കെട്ടി നിൽക്കുന്ന വെള്ളം, അതിൽ മാലിന്യങ്ങളുണ്ടാവുന്നു, കൊതുക് മുട്ടയിട്ട് കൊതുകുകൾ പെരുകുന്നു, അത് ദുഷിച്ചു പോകുന്നു. എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം അത് ശുദ്ധമായിരിക്കും. ഇതേപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യായാമമുള്ള ശരീരവും വ്യായാമമില്ലാത്ത ശരീരവും കെട്ടി നിൽക്കുന്ന വെള്ളത്തിനോടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനോടും ഉപമിക്കാറുണ്ട്. എന്താണ് ശരിക്കും വ്യായാമം എന്ന് പറയുന്നത്? നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, വ്യായാമം എന്ന് പറഞ്ഞാൽ അമിതമായി അധ്വാനിക്കലാണ് വ്യായാമം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പല ചെറുപ്പക്കാരും ജിംനേഷ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും. അവരുടെ കപ്പാസിറ്റിയേക്കാൾ, അവരുടെ ശരീരത്തിനേക്കാൾ അല്ലെങ്കിൽ അവരുടെ ഭാരത്തിനേക്കാൾ ഭാരമുള്ളതിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് മസിൽസ് വരാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പലരും രാവിലെ മഞ്ഞുകൊണ്ട്, തണുപ്പ് സഹിച്ചുകൊണ്ട് റോഡിൻ്റെ അരികിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ, മറ്റ് സ്ഥലങ്ങളിലൂടെ, പാർക്കുകളിലൂടെ രാവിലെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം നടത്തങ്ങൾ, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ അത് ശരീരത്തിന് ദോഷമാണ്. ജിംനേഷ്യത്തിൽ പോയി അമിതമായിട്ടുള്ള വെയിറ്റ് എടുക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. എൻ്റെ അടുത്തൊക്കെ ക്ലിനിക്കിൽ പലരും വരാറുണ്ട്. അവരുടെ ശരീരം നല്ല മസിലുള്ള ശരീരമാണ്, നല്ല ഫിറ്റായ ശരീരമാണ്. പക്ഷേ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. കഴുത്തുവേദന, ജോയിൻസ് പെയിൻ, അതുപോലെ ഹിപ്പ് പെയിൻ, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവർ അമിതമായിട്ടുള്ള വ്യായാമം കാരണമാണ്. അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ദോഷമാണ്. അതുപോലെ തന്നെ തീരെ വ്യായാമമില്ലാതിരിക്കുന്നത് അതിനേക്കാൾ ദോഷമാണ്. അവർ ശരീരം കുറയ്ക്കാൻ വേണ്ടി, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാനുള്ളത് അവരുടെ ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറക്കുക എന്നുള്ളതാണ്. വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിച്ച് വിശപ്പ് തീർന്നാൽ ഉടനെ ഭക്ഷണം നിർത്തുന്ന രീതിയിലേക്ക് വരികയാണ് അവർ ചെയ്യേണ്ടത്. പകരം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി അമിതമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് നല്ല രീതിയല്ല. ആരോഗ്യകരമായിട്ടുള്ള രീതി മിതമായിട്ടുള്ള ഭക്ഷണവും മിതമായിട്ടുള്ള വ്യായാമവുമാണ്. നടക്കാം, കുഴപ്പമില്ല, രാവിലെ നടക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരുപാട് സമയം നടക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. ഓടാം, എന്നാൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. ജിമ്മിൽ പോകാം, പക്ഷേ ഓവറായിട്ടുള്ള വെയിറ്റുകൾ എടുക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. നമുക്ക് മിതമായ രീതിയിലുള്ള വ്യായാമം ശരീരത്തിന് അത്യാവശ്യമാണ്. എങ്കിലേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. ഇന്ന് വ്യായാമം വളരെ കുറവാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് നമുക്ക് തീരെ വ്യായാമമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലേക്ക് പോകുന്നത് വാഹനത്തിലാണ്. നേരെ ഓഫീസിൻ്റെ സ്റ്റെപ്പ് കയറി നമ്മുടെ ചെയറിലിരിക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു, തിരിച്ചു വീണ്ടും വീട്ടിലെത്തുന്നു. ഇങ്ങനെ തീരെ വ്യായാമമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒബീസിറ്റി, പൊണ്ണത്തടിയും പലതരത്തിലുള്ള രോഗങ്ങളും
അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളുള്ള ജീവിതശൈലി രോഗങ്ങൾ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മിതമായ രീതിയിലുള്ള വ്യായാമവും മിതമായ രീതിയിലുള്ള ഭക്ഷണവും മിതമായ രീതിയിലുള്ള വെള്ളവും എല്ലാം മിതമായ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. തീരെ ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ അമിതമായിട്ട് ചെയ്യുന്നതും ശരീരത്തിന് ദോഷമാണ്. വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിതമായ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊക്കെ തരത്തിലുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിലൂടെ ഞാൻ കാണിച്ചു തരാം. ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, ഏത് ആൾക്കും ചെയ്യാൻ കഴിയുന്ന, വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഏത് തരത്തിലുള്ള ആളുകൾക്കും മിതമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മളെ ജോയിൻസുകളൊക്കെ മൂവ് ചെയ്യിപ്പിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമം അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിതമായ രീതിയിലുള്ള വ്യായാമം ചെയ്ത് ശീലമാക്കുക. വെറുതെ ഇരിക്കുന്നതും അല്ലെങ്കിൽ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നതും ശരീരത്തിന് ദോഷമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ, കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. വാട്സപ്പ് നമ്പർ ഇതിന് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.